ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഞാൻ എൽദോസ് രാജു. ഇന്ന് നമ്മൾ താമരകളെ പറ്റി പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താമര എല്ലാവർക്കും പൂവിട്ടു, നല്ലപോലെ പൂവിട്ട ഒരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് താമര നിന്നുപോയി, അതിൻ്റെ പുതിയ ഇലകളൊന്നും വരുന്നില്ല, പുതിയ ബഡ്ഡുകൾ വരുന്നില്ല. ഈ ഒരു സംശയം ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഇത് താമര വളർത്തി പരിചയമുള്ളവർക്കറിയാം, ഡോർമൻസി എന്ന് പറയുന്ന സ്റ്റേജാണിപ്പോൾ. ആ ഡോർമൻസി എന്താണ്, അതെങ്ങനെയാണ്, നമുക്ക് ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഒരു താമരയുടെ ജീവിതചക്രം ആരംഭിക്കുന്നത് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊരു കിഴങ്ങ് നടുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വളർന്നതിനകത്ത് ഫ്ലോട്ടിംഗ് ലീഫുകൾ, പിന്നെ ഏരിയൽ ലീഫിന് ശേഷം അതിനകത്ത് ബഡ്, അതുപോലെ തന്നെ പൂവിടുകയും അങ്ങനെയാണ് സാധാരണ രീതിയിൽ താമര വളരുന്നത്. ഇത് പൊതുവെ ഈ പൂവിടുന്ന ഒരു സാഹചര്യം മെയ്, ജൂൺ, ജൂലൈ ഈ മാസങ്ങളിലാണ് പൊതുവെ പൂവിട്ട് കാണാറുള്ളത്. അതിനുശേഷം വീണ്ടും താമര, അത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ താമര വീണ്ടും ഡോർമൻസിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അതൊരു സമാധിയിലേക്ക് പോവുകയാണ്. പിന്നെ വീണ്ടും ഒരു ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ വീണ്ടും പുതിയ ഇലകൾ വരികയും വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് ഈ താമര മടങ്ങി വരികയുമാണ് ചെയ്യുന്നത്. പൊതുവെ ഹാഡി താമരകൾക്കാണ് ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ കണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബാധകമായിട്ടുള്ളത്. നമ്മുടെ കാലാവസ്ഥ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ആണ്ടുവട്ടം നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ്. താമരയ്ക്ക് വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ താമര ഒരു ഡോർമൻസി സ്റ്റേജിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഈ താമരകളിലെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അതിനെ സമാധിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ ഒരു നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഡോർമൻസി മാറുകയും ഒരു ഫെബ്രുവരി അവസാനത്തോടുകൂടി നമുക്ക് നല്ലൊരു പൂക്കാലം തരികയും ചെയ്യും. എന്നാൽ ഈ പ്രവണത നമ്മുടെ ട്രോപ്പിക്കൽ താമരകൾക്കോ ട്രോപ്പിക്കൽ ഹാഡി ക്രോസുകളായിട്ടുള്ള ഹൈബ്രിഡുകൾക്കോ ബാധകമായി കാണാറില്ല. അവ ആണ്ടുവട്ടം പൂവിട്ട് തന്നെ നമ്മൾ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാവുന്ന ഒരു ചോദ്യം ആണ്, ഈ ഡോർമൻസി സമയത്ത് താമരകളെ എങ്ങനെയാണ് പരിപാലിക്കുക, അല്ലെങ്കിൽ അവയ്ക്ക് എന്തു വളമാണ് കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മൾ ഡോർമൻസി സമയത്ത് താമരകളെ അങ്ങനെ തന്നെ വിടുക, ഒന്നും ചെയ്യണ്ട, ഒരു മാസം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് പുതിയ താമരകൾ അല്ലെങ്കിൽ പുതിയ കിഴങ്ങുകൾ നടുവാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പുതിയ ടബ്ബുകൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം റെഡിയാക്കി വയ്ക്കുവാനായിട്ട് ഈ ഒരു മാസം എടുക്കാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാലാവസ്ഥയിൽ താമരകൾ 2 പ്രാവശ്യം ഡോർമൻസിയിൽ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം, ഒരു മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നല്ലപോലെ പൂവിട്ടതിന് ശേഷം ആ താമര വീണ്ടും ഒരു സമാധിയിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള പോകുന്നതിനെ നമ്മളൊരു ഇൻഡ്യൂസ്ഡ് ഡോർമൻസി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ എനർജി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം താമര തന്നെ ഒരു സമാധിയിലേക്ക് പോകുന്ന അവസ്ഥയാണത്. അപ്പോൾ അതുപോലെ തന്നെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ബയോളജിക്കൽ ക്ലോക്കിൽ സംഭവിക്കുന്നതാണ് ഈ പറയുന്ന ഡിസംബർ, ജനുവരി ഉള്ള സമയങ്ങളിൽ സംഭവിക്കുന്ന ഡോർമൻസി. അപ്പോൾ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കിഴങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബർ വിളവെടുക്കുവാനായിട്ടുള്ള അവസരം ലഭിക്കാറുണ്ട്. ഈ ഡോർമൻസി കാലയളവിൽ താമരകളെ അങ്ങനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ അതിന് പ്രത്യേകിച്ച് വളം ചെയ്ത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, കാരണം ആ താമര വളം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് തന്നെ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോർമൻസിയൊക്കെ നമ്മൾ ഒരു മാസം വെയിറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ കിഴങ്ങെടുക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ചില താമരകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കിഴങ്ങുകളൊന്നും ലഭിക്കാറില്ല. അപ്പോൾ അത് ആ ഒരു പ്രത്യേക ഇനം താമരകളുടെ ഒരു പ്രത്യേകതകളായിരിക്കാം. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ ഹാഡി ക്രോസുകൾക്ക് അങ്ങനെ പൊതുവെ കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് ഒരിനത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ 1-2 സീസൺ എടുക്കാറുണ്ട്.
അപ്പോൾ കിഴങ്ങുകൾ മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ പ്രത്യേകിച്ചും കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങൾ നോക്കി വാങ്ങി നടുവാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവതും താമരകളെ നമ്മൾ ഒരു സീസൺ മുഴുവനായിട്ട് വളർത്തുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ വളരുവാനായിട്ട് അനുവദിക്കുക. ഇത് ഇടയ്ക്ക് പോയി നമ്മളൊരു 5 മാസം കഴിയുമ്പോഴത്തേക്കും അത് എടുത്തു പൊക്കി അതിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മുഴുത്ത കിഴങ്ങ് തന്നെ കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കിഴങ്ങ് കിട്ടുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു തരത്തിൽ ആ ചെടിയെ നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതിയാണത്. അതുകൊണ്ട് കഴിവതും ഒരു സീസൺ അതിന് കണ്ടിന്യൂസ് വളരുവാനായിട്ട് നമ്മൾ അനുവദിക്കുക. താമരയുടെ ഡോർമൻസിയെ പറ്റി ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. അപ്പം ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം പലരും ഒരുപാട് പേര് വളരെ വ്യസനത്തോടെ അല്ലെങ്കിൽ വിഷമത്തോടു കൂടി മെസ്സേജ് അയക്കാറുണ്ട്. നട്ടു, പൂവിട്ടു, ഇപ്പൊ താമരകളൊന്നും പൂവിടുന്നില്ല, അത് വളരെ ഡോർമെന്റ് എന്ന് പറയുന്നില്ല, അത് വളരെ ശോഷിച്ചു നിൽക്കുന്നു, പുതിയ ഇലകളില്ല, പുതിയ ബഡില്ല, എന്തുകൊണ്ടാണ് എന്ന് ആകെ വിഷമത്തോടെ ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു കാരണം ഇതാണ്, താമര അതിന്റെ ഡോർമൻസിലേക്ക് പോകുന്നത് കൊണ്ടാണ്. പിന്നെ ഈ ഡോർമൻസി കഴിഞ്ഞ് അതിന്റെ കിഴങ്ങ് എങ്ങനെയാണ് വിളവെടുക്കുന്നത്, അതെങ്ങനെയാണ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്ത് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുവാനും അറിയുവാനും ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്, രാജ്_ഫ്ലോറൽസ് എന്നാണ് പേര്. 5 മിനിറ്റോളം വീഡിയോ കാണുവാനായിട്ട് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് 30 സെക്കൻഡിൽ താഴെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.